ലുലുവിൻ്റെ മാറിയ ഒരു ഫസാഡ് പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവിടെയാണ് ശരിക്കും സ്റ്റേജ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ ആകുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളി. 20-ാം തീയതി നമ്മൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ആയിട്ട് കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാർ, അതായത് ഒരു പിടി നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെയുള്ളൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിൻ്റെ പിന്നണിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണെങ്കിലും അതായത് സ്ക്രിപ്റ്റ്, ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ടാലൻറ്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും നായാട്ട് പോലെയുള്ള, ഇരട്ട പോലെയുള്ള, ഇലവിഴ പൂഞ്ചിറ പോലെയുള്ള നല്ല നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. മാർട്ടിൻ പ്രകാശ്, ഷാഹി കബീർ, അതുപോലെ റോബി രാജാണ്, കണ്ണൂർ സ്ക്വാഡ് ചെയ്ത റോബി രാജാണ് ഇതിന് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരിൽ നിന്നും ഒരു പോലീസ് സിനിമ വരുമ്പോൾ അത് എത്രത്തോളം അവരിതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളത് നമുക്ക് 20-ാം തീയതി അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എഫേർട്ട് ആ സിനിമയുടെ പുറകിലുണ്ട്, ഒരുപാട് ക്രിയേറ്റീവ് ടാലൻസ് ഈ സിനിമയുടെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇതിനു മുമ്പ് കണ്ടുള്ള സിനിമകളുടെ അതേ വിശ്വാസ്യതയും അതേ സ്വീകാര്യതയും നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മലയാള സിനിമ ഒരു നല്ലൊരു ഫേസിലൂടെയാണ് പോകുന്നത്. കാരണം നല്ല സിനിമകളെ ഇടുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇപ്പോൾ ഇവിടെയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ലോകം എമ്പാടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും 20-ാം തീയതിയാണ്, അത് നിങ്ങളുടെ കൈകളിലാണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു എൻ്റർടൈനർ, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈനറായിട്ട് തന്നെ, നല്ലൊരു സിനിമയായിട്ട് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറും എന്നുള്ള വിശ്വാസത്തോടുകൂടി കൊണ്ടുവരികയാണ്. തൽക്കാലം ഇവിടെ ഈ സിനിമയുടെ നിയോൺ റൈഡ് എന്നുള്ള മ്യൂസിക്കിൻ്റെ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ചാണ് നടക്കുന്നത്. ജെയ്ക്സ് ബിജോ നമുക്കറിയാം, ഒരുപാട് നല്ല കിടുക്കാച്ചി ഗാനങ്ങൾ നൽകിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വൈബ് സോങ് തന്നെയായിരിക്കും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കുക. സോ അധികം താമസിപ്പിക്കുന്നില്ല. യെസ്, അതുപോലെ നമ്മുടെ സ്പാനിഷ് ലൈൻസ് ഇതിൽ കേട്ടായിരുന്നോ? തുടക്കത്തിൽ അത് സ്പാനിഷ് ആയിരുന്നു കേട്ടോ, എനിക്കും അറിയില്ലായിരുന്നു. സോ ആ സ്പാനിഷ് ലൈൻ പാടിയ ആളുടെ അടുത്തുനിന്ന് നമുക്ക് ആ 4 ലൈൻസ് കേട്ടിട്ട് നമുക്ക് നമ്മുടെ ഹുക്ക് സ്റ്റെപ്പ് ചാക്കോസിൽ നിന്ന് പഠിക്കാം. Once again, so happy to be here, and I sung 4 lines of the Spanish portion, so I'll sing a few lines of that. Con ese fuego ardiendo dentro de ese corazón, el cemento infatuando un mito, mientras la sangre cae por sus venas y llena de furia en sus ojos. റംസാൻ ഇല്ലാത്തൊരു വേദിയിൽ നമ്മൾ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. സാരമില്ല, എന്താ സുഖമല്ലേ? റംസാൻ ക്ഷമിച്ചിരിക്കുന്നു ചാക്കോസിനോട്. അപ്പൊ റംസാനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. അത് ഹുക്ക് സ്റ്റെപ്പ് ആണോ ഇല്ലോ എന്നുള്ള ദൈവം തമ്പനെ അറിയാം. ഇതാണ് നമ്മുടെ ഹുക്ക് സ്റ്റെപ്പ്. പാട്ടിടൂ. വിജയം. സോ ഹോപ്പ്ഫുള്ളി തിയേറ്ററിൽ വന്ന് കാണുക, എൻജോയ് ചെയ്യുക, എൻ്റർടൈൻഡ് ആവുക. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ്. പിന്നെ ആർക്കൊക്കെ സംസാരിക്കാനുള്ളത്? നീ ഒരങ്ങോട്ട് കൊടുത്തു. ഒരു വില്ലനായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. I'm very excited. I hope you all love it. Go watch it on the 20th. ഹലോ മാഡം, ഈ പിള്ളേരുടെ തനി ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ചാക്കോച്ചനാണോ പാവം, അതോ ഇന്നലെ വന്ന ഈ കുട്ടിയാണോ പാവം എന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഫാൻസ് തന്നെ ഉണ്ട് കേട്ടോ. ഹായ് ലുലു. അത് അത്ര വെച്ചോളൂ, ചാക്കോച്ചന് മാത്രം അത്ര വെച്ച് കൊടുക്കുള്ളൂ. അതെ, ഞാൻ ചാക്കോച്ചന്റെ മോളാണ് കേട്ടോ. എനിക്ക് വിഷമമായ എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ ഹായ് എല്ലാവർക്കും. ഞാൻ വലിയൊരു ഗ്യാപ്പിന് ശേഷം പിന്നെ ചെയ്യുന്ന മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ കഴിഞ്ഞ് അതിലെ വില്ലന്മാരുമായിട്ട് ഇത്രയും കൂട്ടാവുന്നത്. എനിക്കിപ്പോൾ അവരില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും അത്രയും നല്ലൊരു ക്രൂ നമുക്കുണ്ട്. ഒരുപാട് സന്തോഷം.
അപ്പോൾ എല്ലാവരും 20th റിലീസാണ്, പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബാക്കി പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. ഡെഫിനറ്റ്ലി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ വന്നു ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ നല്ല രീതിയിൽ ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മൂവി 20th റിലീസാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ആൻഡ് ഇതിലും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ എനിക്ക് വേറെ കിട്ടാനില്ല. സോ നിങ്ങൾക്കും നല്ലൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും ഞങ്ങളുടെ മൂവി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായം പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ പണ്ട് ഇവിടെ ഈ ലുലുമാളി ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്, പണ്ട് തന്നെ ഇപ്പോഴും സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ അവിടെ വരുന്ന സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിംസും വെബ് സീരീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് ഇവിടെ പല പടങ്ങളിൽ ലോഞ്ച് ഇതേപോലെ വലിയ ലോഞ്ച് ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഒരു വിഷു നമ്മളൊരു പടമൊക്കെ എന്നാ ഇവിടെ ഉണ്ടാവുക എന്ന് ആലോചിച്ചൊരു സമയം ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റാണ് ഈ ഒരു സ്റ്റേജിൽ ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഈ ഒരു പിക്ചർ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചതാണ്. അതിലെനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഈ ടീം, മാർട്ടിൻ ചേട്ടൻ, ചിത്തു ചേട്ടൻ, ചാക്കോച്ചൻ, അതേപോലെ എല്ലാവരും ഈ സിനിമയിലുള്ള ജിനി ചേട്ടൻ, എല്ലാവരോടും വലിയൊരു നന്ദി ഞാൻ പറയാണ്. സോ ഫെബ്രുവരി 20th നമ്മുടെ പടം റിലീസാവുകയാണ് ഇവിടെ. ഒന്നാമത് ഇത്രയധികം ആൾ ഇവിടെ വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി. നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടു, വീഡിയോ കണ്ടു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതിലുള്ള പോലെ തന്നെ മാക്സിമം പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐ ഗെസ് 20th നിങ്ങളെല്ലാവരും ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഗിവ് യുവർ ജെന്യൂൻ സജഷൻസ്. ആൻഡ് എല്ലാവരോടും പറയൂ. ഐ ഹോപ്പ് യു ഓൾ വിൽ ഗോ ഓൺ 20th Feb. ആൻഡ് താങ്ക് യു സോ മച്ച്. ചാക്കോച്ചൻ്റെ ഫ്ലൈറ്റ് സമയമായി. ഞാൻ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ റെഡിയായി വന്നു. പക്ഷേ ഈ ഒരു പാട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് തന്നെ കേൾപ്പിക്കണം എന്ന് ജെയ്ക്സിൻ്റെയും ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ മോളിൽ സൗണ്ട് വൈസ് ഒക്കെ ഭയങ്കര എക്കോ ഒക്കെ ഉണ്ടെങ്കിലും ലൈവായിട്ട് എന്തായാലും പാടണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇത് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് സൗണ്ട് ഗുഡ്. പക്ഷേ തീർച്ചയായിട്ടും ഇറ്റ് മേക്ക് യു ലിസൺ ടു ദ സോങ്. ആൻഡ് അടുത്ത ആഴ്ച വരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ ഇപ്പോൾ വേറൊരു മറ്റേ പഴയ ചാക്കോച്ചനായിട്ട് പിന്നെയും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പം. പക്ഷേ it's always a pleasure singing for him because he's one of the first people that ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഞങ്ങളൊരു ട്രിപ്പ്, ഒരു പ്രോഗ്രാം, അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചാക്കോച്ചനാണ്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ഇങ്ങനെ ഒരു പാട്ട് ദാറ്റ് യു ഫോർ another friend and music director who's rocking this industry right now, Jakes Bijoy, who's giving us so many wonderful songs.